ഇന്ന് നമുക്ക് തിരുപ്പതി ദർശനത്തിന് വേണ്ടിയുള്ള 300 രൂപ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോർ വഴി TTD ദേവസ്ഥാനം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് TTD ദേവസ്ഥാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ TTD ദേവസ്ഥാനം ഓൺലൈൻ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ അതിൻ്റെ അകത്ത് വരും. അത് ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ അകത്ത് ലോഗിൻ ഡീറ്റെയിൽസ് കാണിക്കും. ആരാണോ ലോഗിൻ ചെയ്യാൻ പോകുന്നത് ആളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ആ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് തിരുപ്പതി ദേവസ്ഥാനം എന്ന് പറഞ്ഞൊരു ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അപ്പോൾ തന്നെ ഭഗവാന്റെ ഒരു ഫോട്ടോയും അതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. അത് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഈ സ്പെഷ്യൽ എൻട്രി ദർശനത്തിന് വേണ്ടിയിട്ടുള്ള സ്ക്രീൻ അതിൻ്റെ അകത്ത് വരും. അതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് പിന്നെ സ്പെഷ്യൽ എൻട്രി ദർശനം, പിന്നെ ശ്രീവരി സേവ, അക്കോമഡേഷൻ, അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ അകത്ത് വരും. നമുക്ക് വേണ്ടത് 2 എണ്ണം സ്പെഷ്യൽ എൻട്രി ദർശനം അക്കോമഡേഷൻ്റെയാണ്. സ്പെഷ്യൽ എൻട്രി ദർശനത്തിൻ്റെ സ്ക്രീന് എപ്പോഴും വരുന്നത് എല്ലാ മാസം 23-ാം തീയതി അല്ലെങ്കിൽ 24-ാം തീയതി എന്നാണ് വരുന്നത്. മെയിനായിട്ട് 24-ാം തീയതി തന്നെ ആയിരിക്കും വരുന്നത്. 10 മണിക്ക് ഓപ്പൺ ആവുക. അപ്പോൾ ഈ 10 മണിക്ക് ഓപ്പൺ ആവുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ലോഗിൻ എല്ലാം ചെയ്ത് റെഡിയാക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം വേസ്റ്റ് ആവത്തില്ല. ചെയ്യുന്ന ടൈമിൽ തന്നെ മാക്സിമം ആരൊക്കെയാണ് പോകുന്നത്, എന്നാണ് ആ പോകുന്ന ഡേറ്റും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് റെഡിയായി നിൽക്കാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ആധാർ കാർഡ് നമ്മൾ കയ്യിൽ കരുതുക. അതേപോലെ നെറ്റ്വർക്ക് സ്ട്രോങ് ആണെന്നുള്ളത് ചെക്ക് ചെയ്ത് നിൽക്കുക. അതുപോലെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരിക്കും. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും എടുത്ത് കയ്യിൽ കരുതുക. കാർഡ് പേയ്മെൻറ്റ് എടുക്കും, UPI പേയ്മെൻറ്റ് എടുക്കും. അപ്പോൾ നമുക്ക് ആദ്യം ആ സ്ക്രീനിലോട്ട് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അറിയാം എത്ര പേരാണ് മാക്സിമം. 6 പേർക്കാണ് മാക്സിമം അതിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. 300 രൂപ ടിക്കറ്റാണ്. അപ്പോൾ 6 പേരാകുമ്പോഴത്തേക്കിന് 1800 രൂപയോളം നമുക്ക് പേയ്മെൻ്റ് ആവും. പിന്നെ അതിൻ്റെ അകത്ത് എക്സ്ട്രാ നമുക്ക് ലഡു കാര്യങ്ങളോ വല്ലതും ബുക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് ബുക്ക് ചെയ്യാം. സ്ലിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ കൗണ്ടറിൽ നിന്ന് ലഡു കിട്ടും ഏറ്റവും അവസാനം ദർശനം കഴിയുമ്പോഴത്തേക്ക്. പിന്നെ പിൽഗ്രിം ഡീറ്റെയിൽസ് അതിൽ വരുന്നുണ്ട്. കാരണം ആരൊക്കെയാണ് പോകുന്നുള്ള ഡീറ്റെയിൽസ് ആധാറിൻ്റെ നമ്പർ ഉൾപ്പെടെ നമുക്കതിൽ എൻ്റർ ചെയ്യണം. കാരണം ഇതിൽ തന്നെ ഏജ് കാര്യങ്ങൾ എല്ലാം നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ സ്ക്രീൻ മുമ്പോട്ട് പോകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും. നമ്മൾ ആ കൊടുക്കാവുന്ന ഡേറ്റ് ഏതാണെന്നുള്ള കൺഫേം ചെയ്തത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ എത്ര പേരാണ് പോകുന്നുള്ള ഡീറ്റെയിൽസ് അതിൽ കൊടുക്കണം. നമ്മൾ ദർശനത്തിനുള്ള ആ ടൈം സ്ലോട്ട് ഒരു 6 സ്ലോട്ട് ഉണ്ടാവും നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ആ സ്ലോട്ടും നമ്മൾ കൊടുക്കണം. അതുപോലെ ദർശനത്തിന് പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാനുള്ള കാരണം നമ്മൾ ആ കൊടുക്കുന്ന ആധാർ കാർഡ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം ദർശനത്തിന് പോകുമ്പോഴത്തേക്ക്. കാരണം അവിടെ വെരിഫിക്കേഷൻ ഉണ്ടാവും. ഇതിനിടയ്ക്ക് ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മളൊരു 6 പേര് പോകുമ്പോഴത്തേക്ക് ഒരാൾ അത് ഫെയിലായി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ എന്തൊക്കെ പറഞ്ഞാലും അവർ കടത്തി വിടത്തില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ട 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. രക്ഷകർത്താക്കളെ കൂടെ തന്നെ മുമ്പോട്ട് പോകാം. അതുപോലെ തന്നെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും, അതുപോലെ തന്നെ 15 വയസ്സിനുള്ള സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ദർശനത്തിന് വേണ്ടിയിട്ടുള്ളൊരു കൗണ്ടർ അവിടെ ഉണ്ട്. അതുവഴി കയറാൻ പറ്റും. ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും ഏറ്റവും അവസാനം പേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ക്രീൻ വരും. അത് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് UPI പേയ്മെൻ്റ് ആണെങ്കിൽ UPI ID നമ്മൾക്ക് അതിൽ കൊടുക്കുമ്പോഴത്തേക്ക് ആ ID-യിലോട്ട് പോകും. അപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേയുടെ സ്ക്രീൻ വെച്ചിട്ട് അത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് അവർ അതനുസരിച്ച് ഇഷ്യൂ ചെയ്യും. ഇതെല്ലാം ഒരു 5 മിനിറ്റിനകത്തായിരിക്കും നടക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. കാരണം നമുക്ക് ടൈം കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. കാരണം ഏകദേശം ഒരു 4 ലക്ഷത്തോളം ടിക്കറ്റാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലും അതൊരു നിമിഷ നേരം കൊണ്ട് നമുക്കത് തീരും. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ലോട്ട് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. കാരണം അത്രയ്ക്ക് നല്ല റഷായിരിക്കും ആ സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാം 3 മാസം മുന്നെയാണ് ബുക്ക് ചെയ്യാനുള്ളത്.